അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിഗ്രഹം സ്വപ്നം കണ്ടാൽ നമ്മൾ കാണാൻ സാധ്യത കുറവുള്ള സ്വപ്നമാണ്. എന്നിരുന്നാലും പറയാൻ പറ്റൂല, കാരണം നമ്മൾ എങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് കാണാമെന്ന് പറയാൻ പറ്റൂലല്ലോ. ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത, നമ്മളായിട്ടൊരു ബന്ധമില്ലാത്ത ഒരുപാട് സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എല്ലാ സ്വപ്നങ്ങൾക്കും വ്യാഖ്യാനം ഉള്ളതുപോലെ തന്നെ വിഗ്രഹം സ്വപ്നം കണ്ടാൽ അതിനും വ്യാഖ്യാനമുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് മഹാനായ നാബൽസി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഒരാൾ വിഗ്രഹം സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ചതിയനായ മനുഷ്യൻ എന്നാണ്. പിന്നെയോ അവന് വിദൂരമായ യാത്ര പോകുമെന്നുണ്ട്. പിന്നെ മോശമായ ഒരു മുഖരൂപം എന്നതിന് വ്യാഖ്യാനമുണ്ട്. ഇനി വിഗ്രഹത്തെ ആരാധിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്, വിഗ്രഹത്തെ സ്വപ്നം കണ്ടതല്ല, വിഗ്രഹം ആരാധിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് എങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം അള്ളാഹുവിനെ കളവാക്കുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളെ കളവാക്കുക എന്നും അതിനുണ്ട് വ്യാഖ്യാനമുണ്ട്. അള്ളാഹ് പറയുന്നതിനെ കളവാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹു പറഞ്ഞൊരു കാര്യങ്ങൾ ചെയ്യാതെ നടക്കുമ്പോൾ അള്ളാഹ് പറയുന്നതിന് കളവാക്കുന്നത് പോലെ തന്നെയാണല്ലോ. അങ്ങനെയും ആവാം, അള്ളാഹു ആയാലും. അപ്പോൾ വിഗ്രഹം സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ചതിയനായ മനുഷ്യന്, അതുപോലെ തന്നെ വിദൂരമായ യാത്ര അവന് പോകും. എവിടത്തേക്കാന്നില്ല, അവന് വിദൂരമായിട്ടുള്ള യാത്ര പോകും. പിന്നെ മോശമായ മുഖരൂപം എന്നൊക്കെയാണ് വ്യാഖ്യാനം ഉള്ളത്. പിന്നെ വിഗ്രഹത്തെ ആരാധിക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം അള്ളാഹുവിനെ അവനെ കളവാക്കും എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ തൊട്ടൊക്കെ നമ്മെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. വീണ്ടും കാണാം. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.